വയനാടിന്റെ സ്വന്തം സ്വർഗമെന്ന് കേട്ടിട്ടില്ലേ? അതെ ഗൈസ്, വയനാടിന്റെ സ്വന്തം സ്വർഗമായ കുർവാ ദ്വീപിലാണ് ഇന്ന് നമ്മൾ. കബനി നദിക്ക് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ പച്ചത്തുരുത്തിന്റെ ഭംഗി നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? പ്രകൃതിയെ പ്രണയിക്കുന്നവർക്ക് ഇതിലും മികച്ചൊരു സ്ഥലം വയനാട്ടിൽ വേറെ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. തിരക്കുകളിൽ നിന്നെല്ലാം മാറി കുറച്ചു നേരം പ്രകൃതിയോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹമില്ലാത്തവരായി ആരുണ്ടല്ലേ? അതെ ഗൈസ്, എങ്കിൽ തീർച്ചയായും കുർവാ ദ്വീപ് വിസിറ്റ് ചെയ്യാവുന്നതാണ്. ബാംബു റാഫ്റ്റിംഗ്. അതെ ഗൈസ്, കുർവാ ദ്വീപിലെ ഏറ്റവും പ്രധാന ആകർഷണം ഈ ബാംബു റാഫ്റ്റിംഗ് തന്നെയാണ്. കബനി നദിയിലൂടെയുള്ള ഈ യാത്ര രസകരം എന്നതിലുപരി കുറച്ച് ഭയാനകം കൂടിയാണ്. ഇവിടെ നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഈ ഗൈഡ്സ്മാൻമാർ തരുന്ന ഗൈഡ് ലൈൻസ് പാലിച്ച് തന്നെ വേണം നമ്മൾ ഇതിലൂടെ യാത്ര ചെയ്യാൻ. മാത്രമല്ല ഗൈസ്, ഈ മനോഹരമായ പ്രകൃതിയെ നമ്മൾ പ്ലാസ്റ്റിക് വസ്തുക്കളും മാലിന്യങ്ങളും ഇട്ട് നശിപ്പിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. ഈ കാടിനുള്ളിൽ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനമുണ്ടല്ലോ ഗൈസ്, അത് അനുഭവിച്ചു തന്നെ അറിയണം. ചുറ്റും വലിയ മരങ്ങളും കിളികളുടെ ശബ്ദങ്ങളും ഈ നദിയിലെ വെള്ളത്തിന്റെ ശബ്ദവും ഈ തണുത്ത അന്തരീക്ഷവും ഒരു പ്രത്യേക ഫീല് തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ദ്വീപ് സമൂഹങ്ങളിൽ ഒന്നാണ് ഈ കുർവാ ദ്വീപ്. 150ഓളം ചെറുദ്വീപുകൾ ചേർന്നതാണ് ഈ കുർവാ ദ്വീപ് എന്ന് പറയുന്നത്. വയനാട്ടിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുർവാ ദ്വീപ് വിസിറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ ഗൈസ്.